KPCC ജനറൽ സെക്രട്ടറി KP നൌഷാദ് അലി പൊന്നാനിയിലെ രാഷ്ട്രീയ സംസ്കാരത്തെ മാറ്റാൻ ശ്രമിക്കുന്നുവെന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് PK ഖലീമുദ്ദീൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പണവും സ്വാധീനവും നുണയും പ്രചരിപ്പിച്ചുകൊണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിഹേഴ്സലായി ചില ശക്തികൾ തെരഞ്ഞെടുപ്പിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നും വോട്ട് ചേർക്കൽ വേളയിൽ തന്നെ അത് വ്യക്തമായതായും ഖലീമുദ്ദീൻ പറഞ്ഞു. ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് വോട്ടിംഗ് പാറ്റേൺ അട്ടിമറിക്കുന്ന കൃത്രിമമായ വോട്ട് ചേർക്കലും വെട്ടലും നടന്നതായും ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം പൊന്നാനി തീരദേശ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വിജയാഹ്ലാദത്തിൽ വീട് കത്തിക്കുന്നതിലേക്ക് എത്തിയത്. KPCC ജനറൽ സെക്രട്ടറി തനിക്ക് പരിചയമുള്ള വെറുപ്പിന്റെയും അക്രമത്തിന്റെയും രാഷ്ട്രീയ സംസ്കാരത്തെയാണ് പൊന്നാനിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കുറേ കാലങ്ങളായി പൊന്നാനിയിലെ തെരഞ്ഞെടുപ്പ് ഏറ്റവും സമാധാനത്തോടെയും പരസ്പര സഹായത്തോടെയും സഹകരണത്തോടെയും നടന്നിട്ടുള്ളതാണ്. എന്നാൽ പൊന്നാനിയിലെ തീരപ്രദേശത്ത് പ്രശ്നങ്ങൾ ആളിക്കത്തിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു തെരഞ്ഞെടുപ്പ് ആരംഭം ഒരു വീട് ആക്രമിക്കുന്നതിന് വീട് കത്തിക്കാനും വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. അതിനായി പോലീസ് കേസെടുത്തിട്ടുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതൊരു പക്ഷേ അവിടുത്തെ സുമനസ്സുകൾ വിചാരിച്ചില്ലായിരുന്നുവെങ്കിൽ അത് തീരപ്രദേശത്താകെ ഇരു വിഭാഗം തമ്മിലുള്ള ഒരു കലാപമായി പൊട്ടിപ്പുറപ്പെടുമായിരുന്നു. പൊന്നാനിയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ പരസ്പര ബഹുമാനത്തിൻ്റെ ഒരു മാർഗമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിന് വിരുദ്ധമായി ഇപ്പോൾ KPCCയുടെ സെക്രട്ടറിയായി അവരോധിതനായിക്കൊണ്ടിരിക്കുന്ന സ്വയം അവരോധിതനായ ഒരാൾ ഇവിടുത്തെ രാഷ്ട്രീയ സംസ്കാരത്തെ മുഴുവൻ മാറ്റിമറിക്കാനും തനിക്ക് പരിചയമുള്ള ഉറപ്പിൻ്റെയും അക്രമത്തിൻ്റെയും രാഷ്ട്രീയ സംസ്കാരത്തെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അതിനൊരു കാരണവശാലും ഈ പൊന്നാനിയിൽ ഇടതുപക്ഷം അനുവദിക്കില്ല. അത്തരം നീക്കങ്ങൾക്ക് നിയമപരമായി ജനങ്ങളെ ആകെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഈ ഘട്ടത്തിൽ ഈ മറികടക്കും. വലതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന പല നേതാക്കന്മാരും പലപ്പോഴും ഞങ്ങളുമായി ആരോഗ്യകരമായി ബന്ധം പുലർത്തുന്നവരാണ്. രാഷ്ട്രീയപരമായ എതിർപ്പുകൾക്കപ്പുറത്ത് വ്യക്തിപരമായ ബന്ധങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് പൊതുവായി നമ്മൾ സ്വീകരിക്കുന്ന സമീപനം. അവരുടെയൊക്കെ ഇംഗിതത്തിന് വിരുദ്ധമായാണ് ഈ ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പൊതുവായ ഇലക്ഷൻ പ്രവർത്തനത്തെ ആകെ അട്ടിമറിച്ച് തനിക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ്. അത് കേവലം ഈ കലാപത്തിൽ എത്തിയത് അവസാനം വന്ന നിരാശയിൽ നിന്നാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പല ശക്തികളെയും നേരിട്ടുകൊണ്ടാണ് പൊന്നാനിയിൽ ഇടതുപക്ഷ വിജയം നേരിട്ടിട്ടുള്ളത്. പലതരത്തിലുള്ള അരാഷ്ട്രീയ ശക്തികളെ കൂട്ടുപിടിച്ച് അവർക്ക് വേണ്ടതായ സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അനാവശ്യമായ ഇടതുപക്ഷ വിരുദ്ധത ജ്വലിപ്പിച്ചു നിർത്തിയിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്.